ആദ്യമേ തന്നെ നമുക്ക് കിച്ചണിൽ ലൈറ്റൊക്കെ ഇട്ട് ഒന്ന് സെറ്റാവാം. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു വൈറലായി ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കിയാലോ. അതായത് നമ്മുടെ ജാപ്പനീസ് യോഗർട്ട് ചീസ് കേക്കാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് രണ്ട് ഇൻഗ്രീഡിയൻസ് വേണ്ടു. ഒന്ന് നമ്മൾ ഗ്രീക്ക് യോഗർട്ട് വേണം. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് ഒരു ബിസ്ക്കറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ബിസ്കോഫിൻ്റെ ലോട്ടസ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രീക്ക് യോഗർട്ട് എന്ന് പറയുമ്പോൾ ഞാനിവിടെ പ്ലെയിൻ ആയിട്ടുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലേവർ ആയിട്ടുള്ള സ്ട്രോബെറി അല്ലെങ്കിൽ മാംഗോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ചീസ് കേക്കാണോ ഇഷ്ടം അതിനനുസരിച്ചുള്ള ഫ്ലേവർ എടുക്കാം. അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, കോക്കനട്ട് ബിസ്ക്കറ്റൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഉള്ള നമ്മുടെ ഗ്രീക്ക് യോഗർട്ട് എടുക്കുക. എന്നിട്ട് തുറക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിസ്ക്കറ്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സൈസൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളിത് നിറയുന്ന രീതിയിൽ നമുക്കിതൊന്ന് വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. കുറഞ്ഞത് ഒരു 4 മണിക്കൂർ, അല്ലെങ്കിൽ നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ട് എടുത്തിട്ട് കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള ചീസ് കേക്ക് റെഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചീസ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ രാത്രിയാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഫ്രിഡ്ജിൽ കയറ്റി. അത് കഴിഞ്ഞിട്ട് കാലത്ത് എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ബിസ്ക്കറ്റൊക്കെ ആ ക്രഞ്ചിനെസ്സൊക്കെ പോയി നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ യോഗർട്ടും കൂടി കഴിക്കാൻ അടിപൊളിയാണ്.